It's me, SM Krishna, and welcome to our channel Vikray Vlogs. ഹലോ ഇറ്റ്സ് മീ SM Krishna and welcome to our channel Vikray Vlogs. അപ്പോൾ വിക്രി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഫ്രെയിമിലില്ലാത്ത ഒരാളെ നമ്മൾ കൊണ്ടുവരികയാണ്. വിനീഷേട്ടൻ ഇതുവരെ പ്രേമിക്ക് വന്നിട്ടില്ല. അവിടെ ഇവിടെ ഒക്കെ ചെറിയ തലവാൻ കണ്ടിട്ടുണ്ടെന്നല്ലാതെ കുറെ ആൾക്കാരോട് പറഞ്ഞിരുന്നു വിനീഷേട്ടനെ പ്രേമിക്ക് കൊണ്ടുപോകാന്ന്. അപ്പോൾ ഇന്ന് വിനീഷേട്ടൻ നമ്മൾ പിടിച്ചു നിർത്തിയതാണ്. അപ്പോൾ ഇന്ന് വേറെ ഒന്നല്ല, ഞങ്ങള് 4 വർഷത്തെ പരിചയമാണ്. കല്യാണം കഴിഞ്ഞിട്ട് 2 സെക്കൻഡ് ഇയർ ആവണം. പക്ഷെ പരിചയം മീൻസ് ഞങ്ങൾ അഫയർ ആണെന്ന് പറഞ്ഞാല് അധികം വിശ്വസിക്കില്ല. ചിലർക്ക് ഇപ്പോഴും അറിയില്ല അഫയർ ആണെന്നുള്ളത്. കാരണം എന്താ വെച്ചാല് ഞങ്ങളൊരു അഫയർ ആണെന്ന് പറയുമ്പോൾ സാധാ കപ്പിൾസിന്റെ പോലെ ലവേഴ്സിന്റെ പോലെ ഞങ്ങൾ അങ്ങനെ പ്രണയിച്ച് നടന്നിട്ടൊന്നുമില്ല. കാരണം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു, ഡയറക്റ്റ് മാരേജിന്റെ ആ ഒരു ഇതിക്ക് കടന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ ലവേഴ്സിന്റെ പോലെ കറങ്ങി നടക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കല്യാണം വീട്ടിലൊക്കെ വന്ന് വിനീഷയുടെ വീട്ടിൽ വന്ന് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ കറങ്ങാൻ ഉണ്ടാകാനൊക്കെ പോയത്. അതും പോരാഞ്ഞിട്ട് ഞങ്ങളങ്ങനെ റൊമാൻറ്റിക് ആയിട്ടോ ഭയങ്കര ആയിട്ടോ സംസാരിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ സാധാരണ ഈ ലവേഴ്സിന്റെ ഇടയിലുള്ള ആ ഒരു ടോക്ക് ഉണ്ടല്ലോ, മീൻസ് നമ്മൾ ഭയങ്കര സംസാരല്ലേ, എന്താ വെച്ചാല് ഇഷ്ടപ്പെട്ട നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം നമ്മൾ അങ്ങനെ ഇതുണ്ടല്ലോ, ഒരു ചടങ്ങാണല്ലോ ഇഷ്ടപ്പെട്ട കാറ് ഫുഡ് അങ്ങനത്തെ സംഭവമൊക്കെ ചോദിക്കാൻ. പക്ഷെ ഞങ്ങൾക്കിടയിൽ അങ്ങനത്തെ ഒരു സംഭവം ടോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ വിനീഷേട്ടന്റെ മനസ്സിലുള്ള എന്നെ കുറിച്ചുള്ള ആ ഒരു ഇത് പുറത്തെടുക്കാൻ പോകും. അപ്പൊ വിനീഷേട്ടനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ, പക്ഷെ ഇടയ്ക്ക് ചോദിക്കലുണ്ട് കേട്ടോ, ജോക്കായിട്ട് തമാശക്ക് ഞാൻ ചോദിക്കാറുണ്ട്. ഇത് സീരിയസ് ആയിട്ടൊന്നല്ല, വെറുതെ ചോദിക്കാനുള്ളൂ. അപ്പോൾ ഇന്നൊരു Q&A ക്വസ്റ്റ്യൻ എഴുതാൻ നമുക്ക് വിനീഷേട്ടന് കുറച്ച് ചോദ്യങ്ങൾ, 10 ചോദ്യം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. ആ വിനീഷേട്ടന് അറിയില്ല ഞാൻ ചോദിക്കാൻ വേണ്ടി എന്തെങ്കിലും കുറെ ചോദിച്ചു എന്താണെന്ന്, പക്ഷെ ഞാൻ പറഞ്ഞു തരില്ല. അപ്പോൾ ഇന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗില്. അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. അപ്പൊ വിനീഷേട്ടനെ ഇനി ചോദിക്കുന്നവരൊക്കെ ഞാൻ പറയാൻ, വിനീഷ് സത്യം പറഞ്ഞാൽ നല്ലൊരു ഫോട്ടോഗ്രാഫറെ പണ്ട് കാര്യമില്ല, ആൾക്ക് ഭയങ്കര മടിയാണ് ഫ്രെയിമിക്കാൻ. കല്യാണത്തിനൊക്കെ ഫോട്ടോ ഒക്കെ പിടിക്കുന്ന നിൽക്ക് സത്യം പറഞ്ഞ വിനീഷേട്ടനോട് ഞാൻ എപ്പോഴും പറയും ബാക്കിയെല്ലാം സെറ്റാണ്, പക്ഷെ ഞാൻ ഫോട്ടോന്റെ കാര്യത്തിൽ എനിക്ക് പറ്റിയ പാർട്ട്ണർ അല്ല എന്ന് ഞാൻ വെറുതെ പറയുന്നുണ്ട്. വിനീഷേട്ടൻ ഭയങ്കര മടിയാണ്. ഇന്ന് തന്നെ അപ്പൊ ഞാൻ 2-3 ദിവസം ഈ ഒരു വീഡിയോന്റെ പേര് പിറകെ നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് സെറ്റാക്കി എടുത്താണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ചോദിക്കുന്നു വിനീഷേട്ടാ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ സീരിയസ് ആയിട്ട് പറയണം, നിങ്ങളെ ഉള്ളിലുള്ള സംഭവം എന്നോട് തുറന്ന് പറയണം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ നമ്മൾ പരിചയപ്പെട്ട സമയത്ത് ആദ്യത്തെ ആ ഒരു 1-2 മാസമൊക്കെ നമ്മള് സാധാ ക്യാഷ് ടോക്ക് ചെയ്യുന്നില്ല. പിന്നെ എപ്പോഴും അല്ലേ ഒരു കല്യാണത്തിന്റെ ദിക്കിട്ടത്. പക്ഷെ നമ്മളെ കല്യാണത്തിന്റെ അവരിതിട്ടെങ്കിലും അപ്പോൾ നിങ്ങൾ വിചാരിച്ചോ ഇന്നെ കല്യാണം കഴിക്കണം, മാരി ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിച്ചു? ഓക്കെ, അപ്പൊ ഇല്ല നല്ല നീട്ട പറഞ്ഞു. നെക്സ്റ്റ് പിന്നെ ഞങ്ങള് കഴിച്ച് സെക്കൻഡ് ക്വസ്റ്റ്യന്, ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ്, അതായത് കല്യാണത്തിന് മുന്നേ ഉള്ള കൃഷ്ണനെയാണോ കല്യാണം കഴിഞ്ഞിട്ടുള്ള കൃഷ്ണനെയാണ് ഇഷ്ടം? ഇതില് ഞാനുണ്ടല്ലോ, കല്യാണത്തിന് മുന്നേ നമ്മള് വേറെ രീതിയില്, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ. അടുത്ത ചോദിക്കാൻ, ഇന്നില് ഇഷ്ടപ്പെട്ട 2 കാര്യം, എന്റെ ഭാഗത്ത് ഇഷ്ടപ്പെട്ട 2 കാര്യം എന്താണ്? ഇഷ്ടപ്പെടാത്തതിന്റെ കുറെ ഉണ്ട്. അത് പറയണ്ട, ഇഷ്ടപ്പെട്ടത് മതി. അതിന് നല്ല പറഞ്ഞല്ലോ. നേരെ ഓപ്പോസിറ്റ്, എന്റെ ഇഷ്ടപ്പെടാത്ത 2 കാര്യം പറയണ്ടാവും. 2 കാര്യം പറഞ്ഞാ മതി. 2 കൊറേ ഉണ്ട്. പറയ്, കൊറേ ലിസ്റ്റ് വേണ്ട മതി. വലിയ സംഭവം തോന്നലുണ്ട്. ഓക്കെ, ഉള്ളിൽ എങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ അറിഞ്ഞില്ല. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റെ ഒരു അപ്രോച്ച്, അതായത് ഇന്റെ ഒരു സാമീപ്യം വേണമെന്ന് തോന്നിയൊരു സിറ്റുവേഷൻ.
അതുണ്ടോ? ആ എന്താ പറയും? ഇസ്തിരായത്ത് ਕੱਲ ਮੈਨੂੰ ਇੱਕ ਕੁੜੀ ਮਿਲੀ ਜਿਹਦੇ ਗੱਲਾਂ ਦੇ ਵਿੱਚ ਟੋਏ ਮੋਏ ਮੋਏ ഞാനിടുന്ന ഡ്രസ്സില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മീൻസ് ചുരിദാറ്, സ്കേർട്ട്, ജീൻസും ടോപ്പും, സാരി, ഇതെല്ലാം ഏതായാലും പറയണ്ടേ. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പറഞ്ഞാൽ സാരി. താങ്ക്സ്. നല്ലതൊന്നും പറഞ്ഞ. പിന്നെ ഞാൻ സിമ്പിളായി നടക്കുന്നതാണോ, അതായത് കുറച്ച് ഒരുങ്ങി കെട്ടി ചമഞ്ഞ് നടക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? സിമ്പിൾ പറഞ്ഞ മേക്കപ്പ് ഒന്നും ഇല്ലാതെ സിമ്പിൾ ടൈമിലായിരിക്കില്ല. മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ല. ആകെ മേക്കപ്പ് 2 മണിക്കൂർ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുങ്ങി കെട്ടി എടുക്കാനാണോ പറയുന്നത്? ഓക്കെ, 6ാമത്തെ കേട്ടോ. 7ാമത്തെ ക്വസ്റ്റിന്, എപ്പോഴേലും ഇന്നെ കെട്ടണ്ട വാണ്ടില്ലേന്ന് തേങ്ങാന്ന് തോന്നിയിട്ടുണ്ടോ? ഇതുവരെ തോന്നിയിട്ടുണ്ട്. എന്ത് ഇനീഷ? കേട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറയേ. സത്യം തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ പോലെ തിരിച്ചു പറയട്ടോ. പറഞ്ഞു 8ാമത്തെ ക്വസ്റ്റ്യൻ. കയ്യില് ഇല്ല ഞാൻ 2 ക്വസ്റ്റ്യൻ കൂടെ 3 ക്വസ്റ്റ്യൻ കൂടി. ഇന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ മീൻസ് ഇപ്പോൾ വീട്ടിലാണോ, നമ്മളെ റൂമിലാണ് സമയത്ത് അല്ലെങ്കിൽ പുറത്താണ്, ഏത് സമയത്താണ്, ഏത് സിറ്റുവേഷനിലാണ് കൂടുതലായിട്ട് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തോന്നിയത്, ഇഷ്ടമുള്ളത്? ചോദ്യം കൂടിയോ? ഇപ്പം നമ്മൾ പുറത്ത് പോകില്ലേ, ട്രിപ്പ് പോവുക, വെറുതെ പുറത്തേക്ക് ഇറങ്ങുക, വീട്ടിൽ നിൽക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നെ കൊണ്ടുപോവുക, മീൻസ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോവുക, അങ്ങനത്തെ സിറ്റുവേഷനിൽ ഏത് സിറ്റുവേഷനിലാണ് എൻ്റെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട സിറ്റുവേഷൻ? എൻ്റെ കൂടെ ഇല്ലെന്ന് പറയില്ലേ, ഉള്ളതെന്ന് പറയും. ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകുന്നതാണോ, വീട്ടിലിരിക്കുന്നതാണോ, പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണോ? ഫ്രണ്ട്സിന്റെ ഇടയിൽ കൊണ്ടുപോകും. സമാധാനം. എന്നാ അടുത്ത് ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് പറയണ്ടോ? ഇന്നെ കെട്ടിയത് ലക്കാണെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴും? ഓ, കെട്ടിയതുകൊണ്ട് ഭാഗ്യം അത് തോന്നിയിട്ടുണ്ടോ? ഇല്ല ഉണ്ട്. എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എന്ത് ചേട്ടാ ഒരിട്ടില്ല. സത്യം പറയും. കുടിക്കാണെന്ന് തോന്നി. ഇല്ല, എന്നാലും എനിക്ക് എപ്പോഴും നല്ല കോള് കെട്ടിയതുകൊണ്ട് ഭാഗ്യം തോന്നിയില്ല. ഒരു സമയത്ത് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്യാപ്ഷൻ അയച്ചു തരുമ്പോ ഓക്കെ അതിന് തോന്നിയല്ലോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇതുവരെ ഞാൻ റൊമാൻറ്റിക് ആവരുത്, നിങ്ങൾക്ക് നിങ്ങളുള്ളെന്ന് വരുന്നത് കുറച്ചൊക്കെ റൊമാൻറ്റിക് ആയിട്ടൊക്കെ ചിന്തിക്കണം നിങ്ങൾ. നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. നല്ല ഇങ്ങനെ ആലോചിച്ചിട്ട് സമയത്തോട്ട് പറഞ്ഞു എന്താ എന്റെ അടുത്തുനിന്ന് ആഗ്രഹിക്കുന്ന മീൻസ് എന്നിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന 2 കാര്യം. കഴിഞ്ഞത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ നല്ല ആൻസർ പറയണം, മീൻസ് നല്ല ആലോചിച്ച് പറയണം. എന്റെ പിന്നെ മനസ്സമാധാനം കിട്ടില്ല. ഒന്നുകൂടി ഉണ്ട്. രണ്ട് കാര്യമുണ്ട്. മനസ്സമാധാനം ഒന്നുകൂടി പറയും. കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന 2 കാര്യമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ. ഓക്കെ, അങ്ങനെ നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പൊ നിങ്ങളെ മനസ്സിൽ ഇതൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതിന് നല്ല മറുപടി തരും. അപ്പൊ ഈ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി വേറെ ഞാൻ ചോദ്യം ചോദിക്കുന്നതാണ് അപ്പോഴല്ല. അപ്പൊ ഗൈസ്, ഇതാണ് വിനീഷന്റെ ഉള്ളിലുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ എപ്പോഴാണ് അറിയുന്നത്. സത്യം പറഞ്ഞാൽ വേണ്ടില്ലെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പൊ എന്നെ വിനീഷയുടെ മേലെ ആരും ചോദിക്കുന്നത് ഇതാണ് ഞാൻ അതിന് പ്രേമിക്ക് കൊണ്ടാത്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ വിനീഷനോട് ചോദിച്ചു. വിനീഷന്റെ ഉള്ളിൽ ഇപ്പം മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും കുറച്ച് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഇനി വേണമെങ്കിൽ വിനീഷയുടെ അവസരം കൊടുക്കാം അല്ലേ? ഞാൻ തരാം. നിങ്ങൾക്ക് ഇന്നോട് ചോദിക്കാം, എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല വിനീഷയുടെ അതേപോലെ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇടയ്ക്ക് ഞാൻ അതേപോലെ വിനീഷനെ കുറേ സീരിയസ് ആയിട്ടൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. വിനീഷേട്ടാ, ഞാൻ നിങ്ങൾക്ക് ഇന്നെ ഏറ്റവും ഞാൻ ഒരു സമയം ചോദിച്ചില്ലെന്നോ എന്തോ ചോദ്യം ചോദിച്ചിരുന്ന എന്താ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെ എന്തോ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അന്നൊക്കെ നല്ല അന്നെന്തോ ആൻസർ പറഞ്ഞത് അപ്പോൾ പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇതേപോലെ
ഇനി വീണ്ടും ചിലപ്പോൾ ഇതിനെ ചോദിക്കണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വിനീഷേനോട് ഡയറക്റ്റായിട്ട് ചോദിക്കും. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയപ്പോൾ ഇതിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞു വിനീഷേനെ ഇങ്ങനെ ഫ്രെയിമിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു തോട്ട് ഇട്ടതായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം അപ്പോൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനായി ഇറ്റ്സ് മീ സം കൃഷ്ണൻ സൈനിങ് ഓഫ്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യണം. മുന്നേ കുറച്ച് വീഡിയോസൊക്കെ കിട്ടുന്നു, അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുക. എന്താ ചെയ്യുക, എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കാം. ഇതിൻ്റെ തലാരത്ത് മതി. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനായി ഇറ്റ്സ് മീ സം കൃഷ്ണ.